10th ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ വെക്കേഷനിൽ ഇപ്പോൾ വരെ ട്യൂഷന് പോകണം. ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ രാവിലെ എണീറ്റ് ട്യൂഷന് പോണത്. പക്ഷെ നമ്മൾ പോയല്ലേ പറ്റൂ, അല്ലാതെ വീട്ടിലിരുത്താൻ എൻ്റെ അമ്മ സമ്മതിക്കൂല. പിന്നെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടി പുറത്തു പോകാം. ഇത് കണ്ടില്ലേ, എനിക്കും എൻ്റെ അമ്മക്ക് ഒരു ഫേഷ്യലിൻ്റെ മേക്കപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഗോൾഡൻ ഹവർ സൺലൈറ്റ് മതി. ദാറ്റ്സ് അവർ ബ്യൂട്ടി സീക്രറ്റ്. പിന്നെ ഓട്ടോ വിളിക്കാൻ പോകുമ്പോഴത്തേനും നമുക്ക് ഇതാ ഒരു ബസ് കിട്ടി. പിന്നെ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ അമ്മ ഉണ്ട് ഏതൊക്കെയോ വൈക്കൂടിനെ കൊണ്ടുപോകണം. പിന്നെ അമ്മൻ്റെ ഹോം ടൗൺ ആയതുകൊണ്ട് തന്നെ ഞാൻ അമ്മനെ വിശ്വസിച്ച് ബാക്കിൽ പോവാണ്. നോക്കുമ്പോഴല്ലേ മനസ്സിലായേ അവിടെ ഓട്ടോ സ്റ്റാൻഡ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ്. സംഭവം വേറെ ഒന്നല്ല, നമുക്കൊരു ചെറിയൊരു ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് ഒക്കെ ചെയ്യാണ്ട്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്. ഇന്ന് നമ്മൾ പൊട്ടാറ്റോ സ്പ്രിംഗ് ആണ് വാങ്ങണം. അപ്പൊ അത് റെഡി ആവണ നേരത്തോണ്ട് ഞാൻ എൻ്റെ അമ്മനെ പിടിച്ചു വലിച്ച് ബുക്ക് സ്റ്റോറിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പൊ ഇമ്മ ഈ മലയാളം ബുക്കൊക്കെ നോക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇവിടെ ഫിക്ഷൻ ബുക്ക് നോക്കല്. എനിക്ക് അതിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോഴാണ് എൻ്റെ അമ്മ ഈ ഖദീജ പറഞ്ഞ ബുക്ക് കാണിച്ചത്. ഇടിപൊളി ബുക്കാണൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതും വാങ്ങി. പിന്നെ എൻ്റെ ബുക്കിന്റെ അമ്മ വാങ്ങി തരില്ലാന്നേനും പറഞ്ഞു. പക്ഷെ ഞാനല്ല ആളെ സമ്മതിച്ച് വാങ്ങിപ്പിച്ച്. എനിക്ക് പിന്നെ അങ്ങനത്തെ കഴിവുകളൊക്കെ കുറച്ച് കൂടുതലാണ്. പിന്നെ നിങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞു, ഇന്ന് നമ്മള് ഒരു സിനിമ കാണാനും കൂടിയാണ് വന്നത്. നമ്മള് ഏകാലിന്റെ ഷോനാണ് കയറിയത്. അപ്പൊ തുടങ്ങുമ്പോ കുറച്ച് ലേറ്റ് ആയി പറഞ്ഞിട്ട് ഇമ്മക്ക് ഭയങ്കര ടെൻഷൻ. പക്ഷെ നമ്മള് കറക്റ്റ് സമയത്താണ് എത്തിയത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മള് രണ്ടാളും മാത്രമാണോ സിനിമക്ക് പോയതെന്ന്. പക്ഷെ അല്ലട്ടോ, നമ്മള് സാലിക്കും ജഫിത്താണ്ട് നമ്മള് ഒരേ വീട്ടിൽ നിന്നാ വരുന്നേ പറഞ്ഞിട്ട് കാര്യമില്ല. ഓല് നേരെ വൈകിട്ട് ഓൾക്ക് കുറച്ച് സീനൊക്കെ മിസ്സായിട്ടുണ്ട്. പിന്നെ നമ്മള് ഇന്റർവെല്ലിന് എന്തേ കഴിക്കാൻ വേണ്ടി വാങ്ങാം. പിന്നെ അവസാനം അച്ചപ്പം വാങ്ങി. ഇത് കണ്ടാ തോന്നുന്നു രണ്ടാൾക്ക് കഴിക്കാൻ പറ്റിയ വലുപ്പുണ്ട്. ഇത് എന്താ അങ്ങനെ സിനിമ കഴിഞ്ഞപ്പോ നമ്മള് സൈൻ ലെബലിന് ഒരു സാധനം വാങ്ങിയിരുന്നു. പക്ഷെ ഇതിന്റെ പേര് എനിക്ക് മറന്നുപോയി. ഇവിടെ ചിലവർക്ക് പിസ്താഷ്യോ മതി, പിന്നെ ചിലവർക്ക് ബിസ്കോഫ് മതി. അപ്പൊ നമ്മൾ അത് രണ്ടും ഹാഫ് ഉള്ളത് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മള് സിനിമനെ പറ്റി കുറെ നേരം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.